ഹായ് ഫ്രണ്ട്സ്. ഇത് സെമേരിയ ഡ്രൈവിംഗ് സ്കൂൾ എരുമേലി. നമ്മൾ സ്റ്റിയറിംഗ് പഠിക്കുന്ന ഡ്രൈവിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അജേഷ് എന്ന പേരുള്ള ഒരു കുട്ടിയെയാണ് ഈ ഡ്രൈവിംഗ് ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നത്. അജേഷ് അജേഷ് പേര് അജേഷൻ തന്നെയാണോ? ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് പഠിക്കുന്നത് പറഞ്ഞു തരാൻ പോവാണ്. ഇതൊരു ക്ലോക്കിൻ്റെ വലുപ്പമുണ്ട് അല്ലേ? ഈ ക്ലോക്കിൻ്റെ വലുപ്പമുള്ള ഈ സ്റ്റിയറിംഗ് കണ്ടുണ്ടോ ഇതിനു മുമ്പ്? ഉണ്ട്. അപ്പോൾ ഈ കൈയെടുത്ത് ഈ ക്ലോക്കിൻ്റെ 10 മണിയുടെ സ്ഥാനത്ത് ഇടത് കൈ ഇങ്ങനെ, വലത് കൈ 2 മണിയുടെ സ്ഥാനത്ത് ഇങ്ങനെയാണ് പിടിക്കുന്നത്. അങ്ങനെ പിടിക്കുന്ന ഈ സംഭവം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നേരെ ഒരിക്കലും റോഡ് ആയിരിക്കത്തില്ല അല്ലേ? അപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ തിരിക്കേണ്ടി വരും അല്ലേ? അപ്പം നമുക്ക് പിടിക്കേണ്ട വിധി പറഞ്ഞുതരാം. കൈ ഇങ്ങെടുത്ത് നമുക്ക് ഇടത്തോട്ട് വളവെങ്കിൽ ഇങ്ങനെ ഇടത്തോട്ട് തിരിക്കുന്നു. എന്താ തിരിക്കുന്ന ഈ വലത്തെ കൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുന്നു. പിന്നെ വലത്തോട്ടാവണമെങ്കിൽ അപ്പുറത്തോട്ട് നമ്മൾ തിരിക്കുന്നു. അതൊന്ന് ഷൂട്ട് ചെയ്യാം. ഇത് ചാവി ഓഫ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ലോക്കായി പോയത്. അപ്പോൾ ലോക്ക് നമ്മൾ അടിച്ചു. ഇത് നമ്മൾ വലത്തോട്ടാണ് ഓടിക്കേണ്ടത്. വലത്തോട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഈ ഇടത്തെ കൈ കൊണ്ട് അങ്ങോട്ട് തള്ളി വിടുന്നു കണ്ടോ. അപ്പോൾ വലത്തെ കൈ കൊണ്ട് തള്ളി വിടുന്നു പിടിക്കും. ഇനിയും ലോക്ക് ചെയ്ത് പിടിക്കുന്നു കണ്ടോ. അപ്പോൾ നമ്മൾ ഒരിടത്ത് തന്നെ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അപകടം ഉണ്ടാവും. അതുകൊണ്ടാണ് അടുത്തോട് നമ്മൾ ഇങ്ങനെ പെറുക്കി പിടിക്കുന്നത്. പിന്നെ ഈ മോട്ടോർ സൈക്കിൾ പിടിക്കുന്നവർ ഒരിക്കലും പിടിക്കല്ല. അത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും നമുക്ക് അപകടം ഉണ്ടാവും. സ്പീഡ് എടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ കൈ പിടിക്കുന്ന വിധം, അപ്പോൾ ഈ വലത്തോട്ട് തിരിക്കാനാണെങ്കിൽ ഇങ്ങനെ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ ഈ കൈ പറക്കി ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു, പിടിക്കുന്നു. എന്നിട്ട് ഈ കൈയുടെ ചെറുക്ക് എന്നാ നീ ഇടത്തേക്കാണെങ്കിൽ ഇപ്പുറത്തെ ഈ കൈ കൊണ്ട് തിരിക്കുന്നത് ചെയ്ത് എന്താ ഇങ്ങനെയാണ് പിടിക്കേണ്ട വിധം. പിന്നെ നമ്മൾ ഈ കൈയെടുത്ത് ഈ മോട്ടോർ സൈക്കിളിലെ ഹാൻഡിൽ പിടിക്കുന്നതിൽ ചില ആളുകൾ പിടിക്കാറുണ്ട്. അപ്പം അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 കൈകളും പറിക്കാൻ പറ്റത്തില്ല. അത് അപകടം ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ നേരെ വരാം. ഇതൊരു പരിധി കഴിഞ്ഞ് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കത്തില്ല. അതിൻ്റെ വലത്തേക്ക് തിരിക്കുമ്പോഴും ഇങ്ങനെ കൈ പെറുക്കി തിരിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാവും. അതിനാണ് കൈ പെറുക്കി പിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സേഫായിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നാളെ അടുത്ത ക്ലാസ്. ഓക്കെ.